Hi friends, this is our video. Unboxing and review. That is Realme 5 Pro unboxing and review. This is a detailed video. I will post it. If you like channel, subscribe and support it. Total bell icon. That is nice site. I will video. Make notification. Now we will video. I will share our friend channel. I will link in the description. You can video. Subscribe. I support it. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 6GB 64GB സ്റ്റോറേജ് വേരിയൻ്റ് ആണ്. ഇതിൻ്റെ കളറ് ക്രിസ്റ്റൽ ഗ്രീൻ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 15,000 രൂപയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഒരു ഫോണിൻ്റെ ബാക്ക് കവർ കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഫോൺ ഇവിടെ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം. റിയൽമിയുടെ എല്ലാ ഫോണും കാണുന്ന അതേ ചാർജ് തന്നെയാണ്. അതായത് വൂക്ക് ചാർജ് 3.0 20 വാട്ട് ഫാസ്റ്റ് ചാർജാണ്. ഓക്കെ, ഒരു കേബിൾ ഇട്ടുണ്ട്. ടൈപ്പ് സി കേബിളാണ്. അതുപോലെ തന്നെ ഒരു സിം ഇജക്റ്റ് പിന്നൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ കവറൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഒരു യൂസർ മെനു കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ കവർ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു കവർ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഫോണൊന്ന് ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഫോൺ. അപ്പോൾ നല്ലൊരു ഫിനിഷിങ്ങും നല്ലൊരു ഡിസൈനൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്യാമറ 48 MB സെക്കൻഡറി ക്യാമറയായിട്ടൊരു 8 MB ഒരു ക്യാമറ ഉണ്ട്. പിന്നെ 2 MB 2 ക്യാമറ ഉണ്ട്. ടോട്ടൽ 4 ക്യാമറയാണ് വരുന്നത്. നല്ലൊരു ഡിസൈൻ ക്വാളിറ്റിയാണ്. അപ്പോൾ താഴെയായിട്ടാണ് നമുക്ക് ടൈപ്പ് സി ചാർജറും അതുപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്കറ്റും ഒക്കെ താഴെയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ സൈഡിലായിട്ട് നമ്മുടെ വോളിയം കീ ബട്ടണും അതുപോലെ തന്നെ സിം സ്ലോട്ടും അവിടെയാണുള്ളത്. ഇവിടെ നമുക്ക് പവർ ബട്ടൺ കാണാം. ഓക്കെ, നമ്മുടെ ക്യാമറയുടെ അവിടെ തന്നെയാണ് സെൻസർ വരുന്നത്. മുകളിലൊരു മൈക്കുണ്ട്. ഓക്കെ, നല്ലൊരു ഷൈനിങ് അടിക്കും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ലൊരു ഷൈനിങ് അടിക്കുന്നുണ്ട്. നല്ല ലുക്കുള്ള ഒരു ഫോൺ തന്നെയാണ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ അടുത്തായിട്ട് പോസ്റ്റ് ചെയ്യാം. അതായത് ക്യാമറ റിവ്യൂവും ക്യാമറ സാമ്പിൾസൊക്കെ അടുത്തായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ലൊരു ഷൈനിങ്ങും നല്ല തിളക്കം അടിക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. എന്തുകൊണ്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു അടിപൊളി ഫോൺ തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ വേർഷൻ വരുന്നത് ആൻഡ്രോയിഡ് 5 ആണ്. ഓക്കെ, ആൻഡ്രോയിഡ് 9 ആണ് ഇതിൻ്റെ വേർഷൻ വരുന്നത്. എനിക്കിവിടെ കാണാൻ സാധിക്കും ആൻഡ്രോയിഡ് 5. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്തായിട്ട് പോസ്റ്റ് ചെയ്യാം. അത് ക്യാമറ സാമ്പിൾസും ഗെയിമിംഗ് റിവ്യൂവും എല്ലാം ഞാൻ അടുത്തായിട്ട് പോസ്റ്റ് ചെയ്യും. അതിന് ഇതിൻ്റെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. അത് ഒരേ സമയം 2 സിമ്മും മെമ്മറി കാർഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ പല ഫോണിലും റെഡ്മിയുടെ ഒക്കെ ഫോണിലൊക്കെ ഹൈബ്രിഡ് സ്ലോട്ട് ആയതുകൊണ്ട് തന്നെ 2 സിം നമുക്ക് ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു മെമ്മറി കാർഡ് ഒഴിവാക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഈ ഒരു ഇഷ്യൂ ഇല്ല. ഓക്കെ, ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഓക്കെ, ഇതിൻ്റെ ചാർജർ വരുന്നത് ടൈപ്പ് സി ചാർജറാണ്. അതുപോലെ തന്നെ 20 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാധാരണ റിയൽമിയുടെ ഫോണിലൊക്കെ വരുന്ന അതേ ചാർജ് തന്നെയാണ്. വൂക്ക് ചാർജ് 3.0. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും 20 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ. ഒരു 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഫോൺ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ കവറൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. കവർ ഏകദേശം നല്ലൊരു ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഞാൻ കവറൊന്ന് ഇടുകയാണ്. ഓക്കെ, കവർ നല്ല ടൈറ്റ് നല്ല ഫിറ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. മറ്റ് ലൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക.